നമസ്കാരം. CPM ഗുണ്ടാഭരണത്തിന് കീഴിൽ ജീവൻ നഷ്ടപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥനായ നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷയും രണ്ട് പെൺമക്കളും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വി ഡി സതീശനെയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും കണ്ടിട്ട് നവീൻ ബാബുവിൻ്റെ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണം CBIയെ ഏൽപ്പിക്കണം എന്നാവശ്യപ്പെട്ടു. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി അവർ നിയമ പോരാട്ടം നടത്തുകയാണ്. എന്നാൽ CPM എന്ന രാഷ്ട്രീയ പാർട്ടിയും സർക്കാരും നഖശിഖാന്തം കോടികൾ ഖജനാവിൽ നിന്ന് മുടക്കി അതിനെ എതിർത്തതുകൊണ്ട് അത് വിജയിച്ചില്ല. ഭരണമാറ്റമുണ്ടായപ്പോൾ കേരള പോലീസ് തന്നെ പ്രത്യേക സംഘത്തെ വെച്ച് അന്വേഷിച്ചാൽ മതി എന്ന് വിശ്വസിക്കുന്നവർ ഏറെയാണെങ്കിലും അതല്ല, CBI തന്നെ അന്വേഷിക്കട്ടെ, തങ്ങളുടെ ആഗ്രഹം സാധിക്കട്ടെ എന്നാണ് കുടുംബം ആഗ്രഹിച്ചതും അതിനെ ശരിവയ്ക്കുകയായിരുന്നു മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും. രണ്ടുപേരും മഞ്ജുഷയോടും പെൺമക്കളോടും ഒരൊറ്റ കാര്യമേ പറഞ്ഞുള്ളൂ: നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തോ അത് ഞങ്ങൾ ചെയ്തു തരാം. CBI എങ്കിൽ CBI, പ്രത്യേക അന്വേഷണ സംഘമെങ്കിൽ അന്വേഷണ സംഘം. അവർ ആവശ്യപ്പെട്ടു CBI മതി. നാളെ നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക തീരുമാനമുണ്ടാകും. അതിനുശേഷം വിജ്ഞാപനം ഇറങ്ങും. പിന്നെ തീരുമാനിക്കേണ്ടത് CBI ആണ്. CBI നേരത്തെ തന്നെ അന്വേഷിക്കുന്നതിൽ എതിർപ്പില്ല എന്ന് കോടതിയെ അറിയിച്ചിട്ടുള്ളതുകൊണ്ട് CBI അന്വേഷണം സാധ്യമാകുമെന്ന് തന്നെ കണക്കാക്കാം. CPM അടിമുടി വിരണ്ടിരിക്കുകയാണ് ഈ തീരുമാനം പുറത്തു വന്നപ്പോൾ. അതുകൊണ്ടാണ് പാർട്ടി കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് വി ഡി സതീശൻ കോടതിയേക്കാൾ മുകളിലാണോ എന്ന് ചോദ്യം ഉന്നയിച്ചത്. കോടികൾ ഖജനാവിൽ നിന്ന് വാരിയെറിഞ്ഞ് CBI അന്വേഷണം തടയാൻ ശ്രമിച്ച CPMനെ സംബന്ധിച്ചിടത്തോളം ആ തലവേദന ഒഴിഞ്ഞുപോയി എന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ CBIക്ക് വിടുന്നു എന്നത് ഭയപ്പെടുത്തുന്ന വാർത്തയാണ്. രമേശ് ചെന്നിത്തലയേക്കാൾ വി ഡി സതീശന്റെ വിശ്വാസം മോദിയെയാണ് എന്ന് KK രാഗേഷ് ഏറ്റവും ഒടുവിൽ ക്യാപ്സ്യൂൾ ഇറക്കാൻ കാരണവും ഈ CBI പേടി കൊണ്ടാണ്. എന്തുകൊണ്ടാണ് CPM നേതാക്കൾ ഈ കേസ് CBI അന്വേഷിക്കുന്നതിനെ ഭയപ്പെടുന്നത്? SD രാംനാഥ് ഈ ചോദ്യം ഇങ്ങനെയാണ് ചോദിക്കുന്നത്. ഡെപ്യൂട്ടി കളക്ടറായിരുന്ന നവീൻ ബാബുവിൻ്റെ ദുരൂഹമരണത്തിൻ്റെ അന്വേഷണം നവീൻ ബാബുവിൻ്റെ ഭാര്യയുടെ ആവശ്യപ്രകാരം CBIക്ക് വിടാൻ മുഖ്യമന്ത്രി സതീശൻ തീരുമാനിച്ചതിനെ കണ്ണൂർ ജില്ലാ CPM സെക്രട്ടറി KK രാഗേഷ് എതിർക്കുന്നത് എന്തിനാണ്? നവീൻ ബാബുവിൻ്റെ മരണം അറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഭാര്യയും രണ്ട് പെൺമക്കളും പത്തനംതിട്ടയിൽ നിന്ന് കണ്ണൂർ എത്തുന്നതിന് മുൻപേ CPM ജില്ലാ നേതൃത്വം അവരുടെ സമ്മതമില്ലാതെ പോസ്റ്റ്മോർട്ടം നടത്തിയത് എന്തുകൊണ്ട്? ഇത് തന്നെയാണ് ആദ്യത്തെ ചോദ്യം. പാർട്ടിക്ക് മറച്ചു വയ്ക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അതുകൊണ്ടാണ് അവർ പോസ്റ്റ്മോർട്ടം നടത്താൻ പോലും കുടുംബത്തെ കാത്തിരിക്കാതിരുന്നത്. CPM ഭരിക്കുന്ന കണ്ണൂർ പരിയാരം സഹകരണ മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം ചെയ്തത്. മറക്കരുത്, പോസ്റ്റ്മോർട്ടം നടത്തിയത് CPMന്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലുള്ള നമ്മുടെ കഴുത്തുളുക്ക് മന്ത്രിയെ ICUവിൽ പ്രവേശിച്ച കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിൽ. പോലീസ് ഇൻക്വസ്റ്റ് നടത്താതെ നവീൻ ബാബുവിന്റെ ബോഡി തിടുക്കത്തിൽ പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയതിന് ജനം അന്ന് സംശയിച്ചു. ഇനി ആരെങ്കിലും അദ്ദേഹത്തിന് കൊന്നിട്ട് ക്വാർട്ടേഴ്സിൽ കെട്ടിത്തൂക്കിയതാണോ? ഇങ്ങനെ തന്നെയാണ് കുടുംബത്തിന്റെ ഇപ്പോഴത്തെ സംശയം. അദ്ദേഹം ഒരിക്കലും മരിക്കില്ല. സമ്മർദ്ദത്തെ താങ്ങാൻ കഴിഞ്ഞില്ലെങ്കിലും അദ്ദേഹം തന്നെയും തൻ്റെ പെൺമക്കളെയും ഓർക്കാതിരിക്കില്ല എന്ന് ഇപ്പോഴും മഞ്ജുഷ പറയുന്നത് ഇതിൻ്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന് തന്നെ വിശ്വസിച്ചാണ്. ജനങ്ങളുടെ ആ സംശയം ശരിവയ്ക്കുന്നതാണ് നവീൻ ബാബുവിൻ്റെ കുടുംബം പത്തനംതിട്ടയിൽ നിന്ന് എത്തുന്നതിന് മുമ്പ് അവരുടെ സമ്മതമില്ലാതെ പോസ്റ്റ്മോർട്ടം ചെയ്തത്. നവീൻ ബാബുവിൻ്റെ കുടുംബം ഒരു CPM കുടുംബമായതുകൊണ്ട് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും ഒന്നും പറഞ്ഞില്ല. നവീൻ ബാബുവിൻ്റെ ബോഡിയുമായി ആംബുലൻസ് പത്തനംതിട്ടയ്ക്ക് പോയപ്പോൾ അന്നത്തെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജനും അനുഗമിച്ചിരുന്നു. ശവസംസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ജയരാജൻ അവിടെ നിന്ന് തിരിച്ചത്. അതായത് നവീൻ ബാബുവിൻ്റെ കുടുംബം ഒരിക്കലും പാർട്ടിയെ തള്ളിപ്പറയരുത് എന്ന വാശിയോടെയാണ് അങ്ങനെ ചെയ്തത്. പത്തനംതിട്ടയിലെ CPM നേതൃത്വം നവീൻ ബാബുവിന് പിന്തുണ പ്രഖ്യാപിച്ചത് പോലും ഇതേ നിലപാടിന്റെ ഭാഗമാണ്. നവീൻ ബാബുവിന്റെ പോസ്റ്റ്മോർട്ടത്തിൽ ദുരൂഹതയുണ്ടെന്ന് ശവസംസ്കാരം നടക്കുന്ന സമയത്ത് പത്തനംതിട്ടയിലെ CPM നേതാക്കൾ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. MV ജയരാജൻ അവിടെ ഉണ്ടായതുകൊണ്ടാണ് വീണ്ടും ഒരു പോസ്റ്റ്മോർട്ടം ആരും ആവശ്യപ്പെടാതിരുന്നതെന്ന് തോന്നുന്നു. ജയരാജൻ അത് ഉദ്ദേശിച്ചിട്ടായിരിക്കും അന്ന് അവിടേക്ക് പോയത്. മാസങ്ങൾ കഴിഞ്ഞിട്ടും അന്വേഷണത്തിൽ പുരോഗതി ഇല്ലാതായപ്പോൾ നവീൻ ബാബുവിന്റെ കുടുംബം അന്നത്തെ മുഖ്യമന്ത്രി പിണറായിയെ സമീപിച്ച് അന്വേഷണം CBIക്ക് വിടണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അന്വേഷണം ശരിയായ ദിശയിൽ ആണെന്നും CBIക്ക് അന്വേഷണം കൈമാറേണ്ട ആവശ്യമില്ലെന്നും പറഞ്ഞ് അവരെ തിരിച്ചയച്ചു. അതിനെ തുടർന്ന് നവീൻ ബാബുവിൻ്റെ ഭാര്യ അന്വേഷണം CBIക്ക് കൈമാറാൻ ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ പിണറായി വിജയൻ പറഞ്ഞത് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി അവരുടെ പരാതി തള്ളി. ഇതേ ആവശ്യമായി സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ ഹൈക്കോടതി പറഞ്ഞ കാര്യം ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതിയും അവരുടെ പരാതി തള്ളി. നവീൻ ബാബുവിൻ്റെ മരണത്തിൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന ഏത് അന്വേഷണവും പാർട്ടിയും ഗവൺമെന്റും സാധിച്ചു തരുമെന്നും പാർട്ടി നിങ്ങളോടൊപ്പം ഉണ്ടെന്നുമാണ് നവീൻ ബാബു മരിച്ച സമയത്ത് CPM നേതൃത്വം അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് കൊടുത്ത ഉറപ്പ്. പിന്നെ എന്തുകൊണ്ട് പിണറായി CBI അന്വേഷണത്തെ അന്ന് എതിർത്തത്? ഈ അന്വേഷണം CBIക്ക് കൈമാറുന്നതിന് എന്തിനാണ്
പിണറായിയും കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ രാഗേഷും ഒരുപോലെ എതിർക്കുന്നത്. നവീൻ ബാബുവിന്റെ മരണത്തിന്റെ ഉത്തരവാദിത്വം കേവലം പി ദിവ്യയിൽ ഒതുങ്ങുന്നില്ലെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അന്വേഷണം CBIക്ക് വിടണം. ഈ കുറിപ്പ് വളരെ പ്രസക്തമാണ്. നവീൻ ബാബു കേസ് CPIM കൈകാര്യം ചെയ്തത് പി ദിവ്യയെ തള്ളി പറഞ്ഞുകൊണ്ടാണ്. പി ദിവ്യ ആത്മഹത്യാ പ്രേരണ നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് പിണറായിയുടെ പോലീസ് കേസെടുക്കുന്നു. അതിന്റെ പേരിൽ പി ദിവ്യയെ ജയിലിലടയ്ക്കുന്നു. അന്ന് പാർട്ടിക്കാർക്കിടയിൽ ഉണ്ടായ വികാരവും പൊതുജന വികാരവും കണക്കിലെടുക്കാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് പി ദിവ്യയെ തള്ളി പറഞ്ഞത്. അക്ഷരാർത്ഥത്തിൽ ദിവ്യ ഞെട്ടിപ്പോയിരുന്നു ഈ തീരുമാനത്തിൽ. പാർട്ടി തന്നെ സംരക്ഷിക്കും എന്ന ഉറച്ച വിശ്വാസം ദിവ്യയ്ക്കുണ്ടായിരുന്നു. ആ വിശ്വാസത്തിന് പിന്നിൽ നിരവധി കാരണങ്ങളുണ്ടായിരുന്നു. എന്നിട്ടും ദിവ്യ തള്ളി പറഞ്ഞത് CPM മറ്റൊരു നിവൃത്തിയും ഇല്ലാത്തതുകൊണ്ടാണ്. ജയിലിൽ കിടക്കുന്ന ദിവ്യയ്ക്ക് പാർട്ടിയും ജയിലധികാരികളും പോലീസും സംരക്ഷണമൊരുക്കി. ജയിലിൽ നിന്ന് അവർ പുറത്തേക്ക് വന്നതുപോലും അവരുടെ പതിവ് രീതിയിൽ ആഡംബരമായി വസ്ത്രം ധരിച്ചും കണ്ണെഴുതിയും ഫേഷ്യൽ ചെയ്തുമൊക്കെയാണ്. എന്ന് വെച്ചാൽ ജയിലിൽ കിടന്നു എന്നല്ലാതെ പി ദിവ്യയ്ക്ക് ഒരു അസൗകര്യവും ഉണ്ടായില്ല. ജയിലിൽ പുറത്തിറങ്ങിയ പി ദിവ്യയ്ക്ക് അവർ കൊടുത്തിരുന്ന വാക്ക് കേസ് ദുർബലപ്പെടുത്താനുള്ളതെല്ലാം ചെയ്യുമെന്നാണ്. ആ പ്രതീക്ഷയിൽ തന്നെയായിരുന്നു ദിവ്യ ഈ അടുത്ത കാലം വരെ. പക്ഷെ ഭരണം മാറിയതോടെ സ്ഥിതി ആകെ മാറിയിരിക്കുന്നു. CBI കേസെടുത്താൽ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോവേണ്ടി വരും. ആ വിശദാംശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പി ദിവ്യയുടെ ഫോൺ വിളി തന്നെയാണ്. ദിവ്യയുടെ കോൾ ഡീറ്റെയിൽസ് ലഭ്യമല്ല എന്നൊക്കെ പറഞ്ഞ് തടി തപ്പുകയാണ് ഇപ്പോഴും പ്രോസിക്യൂഷൻ. കഴിഞ്ഞ ദിവസം ഈ കേസ് കോടതിയിൽ വന്നപ്പോൾ കോടതി ആവശ്യപ്പെട്ടതുപോലെയുള്ള ഫോൺ വിളികൾ ലഭ്യമല്ല എന്നാണ് റിപ്പോർട്ട് കൊടുത്തത്. മറ്റൊരു ദിവസത്തേക്ക് കേസ് മാറ്റിവെച്ചിരിക്കുകയാണ് കോടതി. എന്നാൽ CBI സകല ഫോൺ വിശദാംശങ്ങളും ശേഖരിക്കും. ആ ഫോൺ വിശദാംശങ്ങളിൽ ഇതിന്റെ പിന്നിലെ ഗൂഢാലോചന കൃത്യമായി പുറത്തു വരും. ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ CPIMന്റെ സമുന്നത നേതാവ് MV ജയരാജനും CPIMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും പാർട്ടി ഓഫീസ് സെക്രട്ടറിയുമായ ബിജു കണ്ടക്കയും ഉണ്ട് എന്ന വിവരം പാർട്ടി വൃത്തങ്ങൾ തന്നെ പുറത്തുവിടുന്നു. ഞാൻ ഒറ്റയ്ക്കങ്ങ് രക്തസാക്ഷിയാവാനില്ല, മറ്റു നേതാക്കൾ കൂടി രക്തസാക്ഷിയാവട്ടെ എന്ന് പി ദിവ്യ പാർട്ടി വൃത്തങ്ങളിൽ സൂചന നൽകിയിരിക്കുന്നു എന്നാണ് വ്യക്തമായ വിവരം. പ്രശാന്ത് എന്നു പേരുള്ള CPMന്റെ കണ്ണൂരിലെ ബിനാമികളിൽ ഒരാൾ എന്ന് കണക്കാക്കപ്പെടുന്ന വ്യക്തിയായിരുന്നു പെട്രോൾ പമ്പിന് അപേക്ഷ നൽകിയത്. ആ പെട്രോൾ പമ്പിന് അനുമതി നൽകാൻ കഴിയുന്ന ഭൗതിക സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നവീൻ ബാബു സാങ്കേതിക കാര്യങ്ങൾ പറഞ്ഞ് തടസ്സപ്പെടുത്തിയത്. ഇത് പെട്രോൾ പമ്പിന്റെ യഥാർത്ഥ ഉടമകളായ ബിനാമി നേതാക്കളെ വല്ലാതെ ഭയപ്പെടുത്തി. അതുകൊണ്ട് തന്നെ MV ജയരാജനും ബിജു കണ്ടക്കയും നേരിട്ട് ഇടപെട്ടിരിക്കുന്നു. ഡെപ്യൂട്ടി കളക്ടറെ വിളിച്ച് ആവശ്യപ്പെടുക മാത്രമല്ല പി ദിവ്യയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ. പി ദിവ്യ വാസ്തവത്തിൽ പാർട്ടി നേതാക്കൾക്ക് വേണ്ടിയാണ് ഇതിൽ ഇടപെട്ടത്. നീതിബോധമുള്ള ഈ ഉദ്യോഗസ്ഥൻ പരമാവധി വൈകിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ പാർട്ടിയുടെ ശക്തമായ സമ്മർദ്ദം വന്നപ്പോൾ സ്ഥലം മാറിപ്പോകുന്നതിന് മുൻപേ ആ ഫയലിൽ ഒപ്പുവെക്കാൻ തീരുമാനിച്ചു. എന്നാൽ പാർട്ടിയുടെ ഉന്നത നേതാക്കൾ പറഞ്ഞിട്ട് പോലും ചെയ്യാൻ കൂട്ടാക്കാത്ത നവീൻ ബാബു അങ്ങനെയെങ്കിൽ സുഖിക്കേണ്ട എന്ന് തീരുമാനിച്ചാണ് അദ്ദേഹത്തെ അപമാനിക്കാൻ വേണ്ടി യാത്രയയപ്പ് ചടങ്ങ് നടത്തിയത്. ആ ഗൂഢാലോചനയിൽ അരുൺ കെ വിജയൻ എന്ന അന്നത്തെ കളക്ടർക്കും പങ്കുണ്ട്. കളക്ടറും പി ദിവ്യയും തമ്മിലുള്ള ടെലിഫോൺ സംഭാഷണം, പി ദിവ്യയുടെ ഫോണിലേക്ക് CPM നേതാക്കൾ വിളിച്ചത് അടക്കമുള്ള വിശദാംശങ്ങൾ പുറത്തു വരാതിരിക്കാനാണ് ഇപ്പോൾ ഇവർ വെപ്രാളപ്പെടുന്നത്. അവയൊക്കെ ഒതുക്കിക്കൂട്ടിയായിരുന്നു കേസന്വേഷണം പൂർത്തിയാക്കിയത്. പ്രശാന്ത് പ്രതിപ്പട്ടികയിൽ പോലും വന്നിട്ടില്ല. പ്രശാന്ത് പ്രതിപ്പട്ടികയിൽ വന്നാൽ പ്രശാന്തിന്റെ ഫോൺ കോളുകൾ പരിശോധിച്ചാൽ, പ്രശാന്തിന്റെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിച്ചാൽ ബിനാമി ഇടപാടുകളുടെ വിശദാംശങ്ങൾ പുറത്തു വരും. കേവലം ഒരു പെട്രോൾ പമ്പിൽ മാത്രം ഒതുങ്ങുകയില്ല. കണ്ണൂരിലെ ചുഴലി വില്ലേജ് ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് നിരവധി ദേവസ്വം ഭൂമി പലർക്കായി കയ്യേറി വീതിച്ചു കൊടുത്തതിന്റെ വിശദാംശങ്ങളും പുറത്തുവരും. കോടികളുടെ അഴിമതി ഇടപാടുകൾ കണ്ണൂരിലെ CPM ലോബി നടത്തിയതിന്റെ വിശദാംശങ്ങളിലേക്ക് അന്വേഷണം പടരും. MV ജയരാജനും ബിജു കണ്ടക്കയും അടക്കമുള്ളവർ ഈ കേസിൽ പ്രതികളാവും. ഇത്തരമൊരു സാഹചര്യം ഒഴിവാക്കണമെന്ന് ആഗ്രഹിച്ചാണ് CPMഉം പിണറായിയുടെ പോലീസും ഇതുവരെ പരിശ്രമിച്ചത്. ആ പരിശ്രമമെല്ലാം പാഴാകുന്ന സാഹചര്യം രൂപപ്പെടുന്നത് കൊണ്ടാണ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി കെ രാഗേഷ് ഇങ്ങനെ വെപ്രാളപ്പെടുന്നത്.